പട്ടിണി മാറ്റേണ്ട പണമാണ് ബഹിരാകാശ ദൌത്യങ്ങൾക്ക് ചെലവാക്കുന്നതെന്ന് പറയുന്നത് വിഘടനവാദമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം VSSCയിൽ സംഘടിപ്പിച്ച സിമ്പോസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്ന വാദത്തിൽ ഇനിയുമൊരു കണ്ണീർ കാണാനുള്ള കരുത്തില്ലെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. എന്ന് പറയുന്ന തത്വം തന്നെ ഒരു വിഘടനവാദമാണെന്ന് പറഞ്ഞു നിർത്തേണ്ടി വരും. കാരണം വളരെ അടുത്ത് നമ്മുടെ എല്ലാം ഹൃദയം പൊട്ടിക്കരയാൻ തുടങ്ങിയത്, ഹൃദയത്തിൽ നിന്ന് ചോരക്കണ്ണീർ വരാൻ തുടങ്ങിയത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിലും ലോകത്തും കേരളത്തിൽ പ്രത്യേകിച്ച് അതിന്റെ ഭൂമിശാസ്ത്രപരമായ ഭൂമിശാസ്ത്രത്തിന്റെ ഘടനാപരമായ വിഷയങ്ങൾ കൊണ്ടത് സംഭവിക്കുന്നു. ഒരുപാട് പെനട്രേഷൻസ്, അൺഹോളി പെനട്രേഷൻസ് ഹാവ് ലിറ്ററലി damage the soil and the living conditions of all inhabitants of this earth and its portion called Kerala. ഇത്തരം വിഷയങ്ങളിൽ ശാസ്ത്രീയ വശങ്ങൾ കണ്ടെത്തി കോടതിയെ ധരിപ്പിക്കുന്ന തരത്തിൽ നടപ്പിലാക്കാൻ ISRO പോലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനം വിതരണം ചെയ്ത കേന്ദ്ര സഹമന്ത്രി കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. ISRO ചെയർമാൻ S. സോമനാഥ് ഓൺലൈനായി സിമ്പോസിയത്തിന് ആശംസകൾ നേർന്നു. A visionary leader like Vikram Sarabhai envisioned that India, a budding, developing nation, should also embark upon creating a niche for itself in space sector. At that time, when the big powers were sending humans to moon, India was just sending small rockets to space. In the last 60 years, VSSC Director Dr. S. Unnikrishnan അധ്യക്ഷത വഹിച്ചു.